അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1000 പേർക്ക് പോലീസ് ട്രെയിനിങ് കോളേജ് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ ഈ MVDമാരെ എടുത്തു, AMBമാരെ എടുത്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് ട്രെയിനിങ്. അവരെ പരേഡ്, പാസിംഗ് ഔട്ട് പരേഡ് ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്ന് നടന്നിട്ടുണ്ട്. അവർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ്, അവർക്ക് പിന്നെ എടപ്പാൾ വർക്ക്ഷോപ്പിൽ, തിരുവനന്തപുരത്ത് എടപ്പാൾ വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് ബോഡി കെട്ടുന്നതെന്ന് ഒരു AMB അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു വണ്ടി ബോഡി കെട്ടി കൊണ്ട് നിർത്തുമ്പോൾ ഉടമസ്ഥനെ ഇട്ട് അവനെ നശിപ്പിക്കുന്ന പരിപാടിയല്ല. അത് പാടില്ല. ഒരു വണ്ടി എങ്ങനെ ബോഡി കിട്ടുന്നു, ഇതൊന്നും പഠിച്ചവരല്ല. ഇവർ BTech ഉണ്ട്, MTech ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കലി ഒരു ബസ്സിന്റെ ബോഡി എങ്ങനെ കിട്ടുന്നു എന്ന് അവർ കണ്ടിട്ടില്ല. അവർ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അവർ തിയറി പഠിച്ചിട്ടുണ്ട്, അവർ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, PSC പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു ബസ്സിന്റെ ബോഡി എങ്ങനെയാണ് കെട്ടിയുണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് അത് ചെയ്യുന്നത് അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തവണ വന്ന ബാച്ചിനെ മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല അവരെ ഇനിയും ലൈലൻഡ് പോലെ, ടാറ്റ പോലെ, മാരുതി പോലെയുള്ള വലിയ കമ്പനികളിൽ അയച്ച് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വണ്ടി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വണ്ടി എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് അവർ പഠിക്കണം. അങ്ങനെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് ഇത്തവണ ഇറങ്ങുന്ന ബാച്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ, ഓഫീസ് കാര്യങ്ങളിൽ, മറ്റെല്ലാം പിന്നെ വണ്ടിയുടെ കാര്യത്തിൽ, മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഒരേപോലെ ട്രെയിനിങ് നൽകിയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. എന്ന് പറഞ്ഞ പോലെ KSRTCയിലെ ഇന്നിപ്പോ നമ്മൾ ഡ്രൈവർമാർക്ക് ട്രെയിനിങ്, അതിൽ നിന്ന് മാസ്റ്റർ ട്രെയിനറെ വെച്ച് മുഴുവൻ പേരെയും ട്രെയിൻ ചെയ്യണം. നമുക്ക് ഏതാണ്ട് 7616 സ്ഥിരം ഡ്രൈവർമാരും 3049 എംപാനൽ ഡ്രൈവർമാരുമാണ് ഉള്ളത്. അത് ഈ ബദലി ഡ്രൈവർമാരാണ്. കണ്ടക്ടർമാരിൽ 8058 കണ്ടക്ടർമാരും 3130 ബദലി കണ്ടക്ടർമാരുമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ കണ്ടക്ടറേയും ഡ്രൈവറെ കിട്ടും വലിയ പ്രയാസമാണ്. ഇപ്പം എംപ്ലോയിനെ വിളിച്ച് കിട്ടും. പക്ഷെ ഒരു കാര്യം കൂടി, ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാൻ പോയാൽ, ഒരു തവണത്തേക്ക്, അതായത് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ പുറത്തുപോയ പെർമനന്റ് ആൾക്കാർ 3 മാസം കഴിഞ്ഞ് തിരിച്ചു കയറുന്നത്, പുറത്തുപോയ കുറെ ആളുകളുണ്ട്. ഒരു തവണ ക്ഷമിച്ചു, അവരെ തിരിച്ചു കയറ്റി 5000 രൂപ കൂടി ഒരു ഫൈനായി വാങ്ങിച്ചുകൊണ്ട് അവരെ 10-600 പേര് വെളിയിൽ കൊണ്ട്, ഡ്രൈവറെ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് കൂടിയാണ്. അതിൽ വലിയ കുഴപ്പക്കാരല്ലാത്ത, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആളുകളെ ഒരു 5000 രൂപ വാങ്ങിച്ചുകൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMDക്ക് ഞാൻ ഇനിയൊരു എക്സ്ക്യൂസ് ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ യാതൊരു ക്ലെയിമും ഇല്ല, പൈസ വാങ്ങിച്ച് പൊയ്ക്കോണം എന്ന നിലയിൽ ഇതൊരു ഫൈനായി കണക്കാക്കി. ഇപ്പൊ കൊടുത്ത പൈസ കൂടാതെ 5000 രൂപ കൂടി ഫൈൻ കെട്ടിക്കൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMDയുടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കണം. 650 പേരിൽ വെളിയിൽ നിൽക്കൊണ്ട് 500 പേരെങ്കിലും തിരിച്ചു വന്നാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മൾ എംപ്ലോയ്മെന്റ് വഴി വിളിച്ചിട്ട് പോലും ആളെ കിട്ടാനില്ല. കാരണം ഡ്രൈവറെ, കണ്ടക്ടർ പണിക്ക് പിന്നെ ആളുകൾ ഡ്രൈവർ പണിക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തവണത്തേക്ക് കൂടി ഇനിയില്ല. 1 കഴിഞ്ഞ് 2ആയി. ഞാനത് ഇനി 3ാമതൊരു ക്ഷമയില്ല. അത് എഴുതി വാങ്ങിച്ചുകൊണ്ട് കയറ്റാൻ KSRTC CMDക്കും ഷറഫിനും ഷാജിക്ക് നിർദ്ദേശം കൊടുത്തു. നിങ്ങളത് പിന്നെ ഈ പ്രദീപ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ എന്നും ഒന്ന് വരാതെ പറയും, ആള് കുറവുണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ എനിക്ക് മനസ്സില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണല്ല. എന്നാലും ഒരു മനുഷ്യത്വം കൂടി കണക്കിലാക്കി ഇനി അത് ആവർത്തിക്കരുത് എന്ന ഉറപ്പിന്റെ മേലാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഡ്രൈവർമാർക്ക് അവാർഡ് കൊടുക്കുന്നവർ മികച്ച മദ്യവെച്ച് വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ വണ്ടി തട്ടി അപകടം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മര്യാദയില്ലാതെ പെരുമാറുകയൊന്നും ചെയ്യാത്ത ഏറ്റവും ജെന്യുവനായിട്ടുള്ള ആളുകളെയാണ് ഇന്ന് 15 പേരെ ഇവിടെ നമ്മൾ ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്.